എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് നെക്ക്. നമ്മൾ ഏതൊരു ടോപ്പ് ചെയ്യണമെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് നെക്ക്. അപ്പോൾ നെക്കിൻ്റെ കണക്കുകൾ എന്താണെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഇതിൽ കൺഫ്യൂഷനുള്ള ആൾക്കാരും ഒരുപാടുണ്ട്. അപ്പോൾ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് നെക്ക് തിയറിയിൽ എന്താണ് പ്രധാനപ്പെട്ട മൂന്ന് നെക്കുകളാണ് നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് ഉള്ളത്. അതിലത്തെ ഒരെണ്ണമാണ് ഫസ്റ്റ് നമ്മൾ പറയുന്നതാണ് ഡീപ്പ് നെക്ക്. ഇത് നമുക്ക് ഡീപ്പ് നെക്കാണ്. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ പറയുന്നത് വൈഡ് നെക്ക്. അപ്പോൾ ഡീപ്പ് നെക്ക് സാധാരണ നമ്മൾ കുർത്തികൾക്കും അതിലും എല്ലാത്തിലും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഡീപ്പ് നെക്ക്. അതുപോലെ തന്നെ കുർത്തിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു നെക്കാണ് ബോട്ട് നെക്ക്. അപ്പോൾ രണ്ട് നെക്ക് മനസ്സിലായില്ല, ഒരെണ്ണം ഡീപ്പുമാണ്, ഒരെണ്ണം വൈഡുമാണ്. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ ഒരു നെക്ക് ഉണ്ട്. ഇതാണ് നമ്മൾ സീറോ നെക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ക്ലോസ് നെക്ക് എന്ന് പറയും, കോളർ നെക്ക് എന്ന് പറയും. അതൊക്കെ പറയുന്നത് ഈ ഒരു നെക്കാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡ്രസ്സുകൾ നമ്മൾ തയ്ക്കുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഡ്രസ്സ് മെൻസിൻ്റെ ആയാലും കിഡ്സിൻ്റെ ആയാലും അതുപോലെ ലേഡീസിൻ്റെ ആയാലും ഏറ്റവും കൂടുതൽ ഡ്രസ്സുള്ളതൊക്കെ ഈ ഒരു കോളറിൻ്റെ പാറ്റേണിലാണ്. അപ്പോൾ ഇത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് ഈ ടോപ്പ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുക, നമുക്ക് ഈ ടോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ വൈഡ് നെക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവർക്കും ഈ ടോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ ഒരു ടോപ്പ് പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ ഇവർക്ക് ഇതും ചെയ്യാം, ഏത് ടൈപ്പ് നെക്കും ചെയ്യാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ട നെക്ക് പാറ്റേൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെൻറ്ററിൽ കാണുന്ന ഈ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള നെക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള നെക്കിൽ ഉള്ള ടോപ്പുകളും ബ്ലൗസുകളും ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. ഈ ടൈപ്പ് ടോപ്പ് പഠിക്കുക, അതുപോലെ ബ്ലൗസ് പഠിക്കുമ്പോഴും സ്പെഷ്യലി നിങ്ങൾ ഈ ടൈപ്പ് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതിലേക്ക് വേണമെങ്കിലും നമുക്ക് നെക്ക് ഡിസൈനുകൾ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുപോലെ തന്നെ ഇതും ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് എല്ലാത്തിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു നെക്ക് പാറ്റേൺ ആണ്. അപ്പോൾ എല്ലാവരും കോളർ നെക്കിൻ്റെ പാറ്റേണുകൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.